പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് ബോർ ആറ്റം മോഡൽ പഠിച്ചിരുന്നു. അതിൻ്റെ ഡീമെറിറ്റ്സ് പറഞ്ഞു. അതേപോലെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പറഞ്ഞു. എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ദെൻ we cannot predict, we cannot exactly calculate the position and momentum or velocity of a moving microscopic particle എന്നാണ് പറഞ്ഞത്. ഇവിടുന്നാണ് നമ്മൾ പുതിയ ആറ്റം മോഡൽ കൊണ്ടുവരുന്നത്. ആ പുതിയ ആറ്റം മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്നാണ് വരുന്നത്. നോക്കൂ, ഇതിൽ പറയുന്നത് ഇപ്പോൾ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഇപ്പോൾ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, ഇതൊക്കെ ന്യൂട്ടൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കൂ, അവിടെ എഴുതിയ നോക്കൂ, മാക്രോസ്കോപ്പിക് objects have particle character, so their motion can be described in terms of classical mechanics based on Newton's laws of motion. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻസ്, അതനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ ദെൻ അതിനൊക്കെ വേവ് നേച്ചർ കൂടിയുണ്ട്. പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, വേവ് നേച്ചർ കൂടിയുണ്ട്. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദെൻ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഈ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അവിടെ എഴുതി വായിച്ചു നോക്കൂ, മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് സച്ച് ആസ് ഇലക്ട്രോൺസ് ഹാവ് ബോത്ത് വേവ് ലൈക്ക് പാർട്ടിക്കിൾ ദെൻ wave and particle like behavior, so they cannot be described in terms of classical mechanics. They do so a new branch of science, അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഈ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. അവിടെ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്ഡ് ബൈ ഇൻഡിപെൻഡൻ്റ്ലി ബൈ വെർണർ ഐസൻബർഗ് ആൻഡ് എർവിൻ ഷോഡിംഗർ ഇൻ 1926. ഒന്നിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ആറ്റത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കൂ, ക്വാണ്ടം മെക്കാനിക്സ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് മാറ്റർ. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേപോലെ വേവ് നേച്ചറും ഉണ്ട്. അത് രണ്ടും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് കേസിലാണ് വരുന്നത്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ മാത്രമേ ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കിയേക്ക്, ഇനി ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എ ന്യൂ മോഡൽ ഓഫ് ആറ്റം, അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന് അനുസരിച്ച് വരുന്ന ആറ്റം മോഡൽ. ഓക്കെ, ഇവിടെ നമ്മൾ ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ് ടൈം ഗോസ് ഓൺ ഇലക്ട്രോണിൻ്റെ എനർജിക്ക് മാറ്റം വരുന്നില്ല. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ദെൻ ആ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ, അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ ദെൻ ആറ്റത്തിനായാലും മോളിക്യൂളിനായാലും അവിടെ എനർജി ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം എന്നാണ് പറയുന്നത്. ഈ കേസിൽ ദെൻ ആറ്റത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇലക്ട്രോണിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോഡിംഗർ വേവ് ഇക്വേഷൻ വരുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. എന്താ ഷോഡിംഗർ വേവ് ഇക്വേഷൻ? എന്താണ്? നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുക. H cap psi equal to E psi. Then ഇതിൽ ഇത് psi എന്നാണ്, PSI psi. ഓക്കെ, എച്ച് ക്യാപ്പ് എന്നുള്ളത് മാത്തമാറ്റിക്സിലൊരു ഓപ്പറേറ്ററാണ്. അതിന് പറയുന്ന പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതൊക്കെ ഹയർ സ്റ്റഡീസിന് പഠിക്കും നിങ്ങൾ. ഓക്കെ, സൈ എന്നുള്ളത് നമ്മൾ പറയുന്ന വേവ് ഫംഗ്ഷൻ എന്നാണ്. വേവ് ഫംഗ്ഷൻ നമ്മൾ താഴെ വരുന്നുണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ആണ്, ടോട്ടൽ എനർജി. അപ്പോൾ ഇതാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ. ഇതിനെ പറയുന്ന പേരാണ് ഷോഡിംഗർ വേവ് ഇക്വേഷൻ. അപ്പോൾ ഇത് ആർക്കാ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ദെൻ ആറ്റം അതേപോലെ മോളിക്യൂൾസിനൊന്നും ഇലക്ട്രോണിൻ്റെ എനർജി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഈ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇക്വേഷനാണിത്. നോക്കൂ, ഇൻ ദ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ദ ബിഹേവിയർ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇൻ എ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ അൻ ഇക്വേഷൻ നോൺ ആസ് ഷോഡിംഗർ ഇക്വേഷൻ. എന്താ ഷോഡിംഗർ ഇക്വേഷൻ? എച്ച് ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ. അപ്പോൾ എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സൈ എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ഫംഗ്ഷൻ. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ഇൻക്ലൂഡ്സ് ഓൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് സച്ച് ആസ് ഇലക്ട്രോൺസ്, ന്യൂക്ലി എക്സെട്ര. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ടോട്ടൽ എനർജിയാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. പുതിയ ആറ്റം മോഡൽ
ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതേപോലെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അനുസരിച്ച് പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ആറ്റം മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് ഷോഡിംഗർ വേവ് ഇക്വേഷൻ. ആ ഷോഡിംഗർ വേവ് ഇക്വേഷൻ ഇതാണ്, എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ. ശരിക്കും ഇതൊരു മാത്തമാറ്റിക്കൽ പാർട്ടാണ്, ഒരു ഫിസിക്കലായിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന മാത്തമാറ്റിക്കൽ പാർട്ടാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് കാര്യം കൂടി നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ദ ഷോഡിംഗർ ഇക്വേഷൻ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് സോൾവ് ചെയ്യുമ്പോൾ പോസിബിൾ എനർജി ലെവൽ നോക്കിയേക്ക്. വെൻ ഷോഡിംഗർ ഇക്വേഷൻ ഈസ് സോൾവ്ഡ് ഫോർ ഹൈഡ്രജൻ ആറ്റം, ദ സൊല്യൂഷൻ ഗീവ്സ് ദ പോസിബിൾ എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ. ദെൻ എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ഒക്യുപ്പൈ. നമുക്ക് ഒരു ഇലക്ട്രോണിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ദെൻ എനർജി ലെവലിനെ കുറിച്ച് ഈ ഷോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ആൻഡ് ദ കറസ്പോണ്ടിങ് വേവ് ഫങ്ഷൻസ് ഓഫ് ദി ഇലക്ട്രോൺ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എനർജി ലെവൽ. ഓരോ എനർജി ലെവലിലുള്ള ഇലക്ട്രോണിനുള്ള വേവ് ഫങ്ഷൻസ് നമുക്ക് കിട്ടും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. അതൊക്കെ മാത്തമാറ്റിക്കൽ പാർട്ടാണ്, നമ്മളിപ്പോൾ തൽക്കാലം നോക്കണ്ട. നോക്കിയേക്കും, ദീസ് ക്വാണ്ടൈസ്ഡ് എനർജി സ്റ്റേറ്റ്സ് ആൻഡ് കറസ്പോണ്ടിങ് വേവ് ഫങ്ഷൻസ് വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ 3 ക്വാണ്ടം നമ്പേഴ്സ്. അതായത് എന്തൊക്കെയാ പറഞ്ഞത്? ക്വാണ്ടൈസ്ഡ് എനർജി സ്റ്റേറ്റ്സും കറസ്പോണ്ടിങ് വേവ് ഫങ്ഷൻസും 3 ക്വാണ്ടം നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഏതൊക്കെയാണത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഒന്നും കൂടി നമുക്ക് വരുന്നുണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പൊ ഇതാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന് 3 ക്വാണ്ടം നമ്പേഴ്സ്: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി എന്തൊക്കെ ഇപ്പൊ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമ്മൾ ഈ ഷോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുന്ന എന്താ പറഞ്ഞത്? ദ സൊല്യൂഷൻ ഗീവ്സ് പോസിബിൾ എനർജി ലെവൽ ഫോർ ഇലക്ട്രോൺ. ഇനി അങ്ങനെ ആ ഇലക്ട്രോണിന് ഡെഫിനിറ്റ് എനർജി ലെവൽസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് വേവ് ഫങ്ഷൻസും ഇവിടുന്ന് കിട്ടുന്നു. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ ആറ്റം മോഡലിന്റെ പേര് പറയാം, അത് കഴിഞ്ഞിട്ട് അതിൽ ഇലക്ട്രോണിന്റെ ബിഹേവിയർ പറയാനുള്ള ഇക്വേഷനാണ് ഷോഡിംഗർ വേവ് ഇക്വേഷൻ. അപ്പോൾ ഇത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിനാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുക. മൾട്ടി ഇലക്ട്രോൺ ആറ്റാണെങ്കിൽ ഷോഡിംഗർ വേവ് ഇക്വേഷൻ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂല. അന്നേരം നമ്മൾ കുറേ അപ്രോക്സിമേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കും. അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ പുതിയ പ്രോഗ്രാമുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ഹൈഡ്രജൻ്റെ കേസിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പഠിക്കാം. ഇതിനെ പറയുന്ന പേരാണ് ഷോഡിംഗർ വേവ് ഇക്വേഷൻ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. നോക്കൂ, ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് എനർജി എന്നുള്ളത് ക്വാണ്ടൈസ്ഡ് ആണ്, ഡെഫിനിറ്റ് എനർജി ലെവൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതിൽ പറയുന്നുണ്ട് ഇലക്ട്രോൺസ് ക്യാൻ ഓൺലി ഹാവ് സെർട്ടൈൻ സ്പെസിഫിക് എനർജി വാല്യൂസ് ഓഫ് എനർജി. ഏതെങ്കിലും എനർജി കിട്ടില്ല, സ്പെസിഫിക് വാല്യൂസ് ഉണ്ടാവും ആ എനർജിക്ക് എന്നുള്ളതാണ്. അതാണ് ക്വാണ്ടൈസ്ഡ് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ, the existence of quantized energy states is a direct result of എന്താണ്? വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ത് നേച്ചർ കൂടിയുണ്ട്? വേവ് ലൈക്ക് പ്രോപ്പർട്ടി കൂടിയുണ്ട്. അവിടെ നിന്നാണ് ഈ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ്, എനർജി സ്റ്റേറ്റ്സ് വരുന്നതെന്നുള്ളതാണ്. ഇനി അടുത്ത് പറയുന്നത് എക്സാക്ട് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം കനോട്ട് ബി ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി. അതാരാ പറയുന്നത്? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച്. അപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററുള്ള വേവ് നേച്ചറും ഇവിടെ വന്നു, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വന്നു ഇതിൽ തന്നെ. അടുത്ത് an atomic orbital is the എന്താ കൊടുത്ത്? an atomic orbital is the wave function psi of an electron in an atom and is associated with certain amount of energy. ഈ അറ്റോമിക് ഓർബിറ്റൽസിനെ ഈ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതിന് ഡെഫിനിറ്റ് എനർജി ഉണ്ടാവും എന്നാ പറയുന്നത്. നോക്കാം അടുത്തത്, there can be many orbitals in an atom. ഒരു ആറ്റത്തിൽ ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ലെവൽസ് നമുക്ക് കിട്ടും. ബട്ട് an orbital can contain only 2 ഇലക്ട്രോൺ. ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ദ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ psi gives all the information about the electron. ആ ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും തരുന്ന ആരാണ്? ഈ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ psi എന്നുള്ള ആള്. ഇനി psi സ്ക്വയർ, ഈ psi എന്നുള്ളതിന് ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല, പക്ഷെ psi സ്ക്വയർ റെപ്രസെന്റ് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ്. അതായത് ഒരു പൊസിഷനിൽ
പൊസിഷനിലെ സൈ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നോക്കിയേക്ക്, സൈ സ്ക്വയർ ഈസ് നോൺ ആസ് probability density and from its value at different points in an atom, then the probable region for finding an electron then around the nucleus can be calculated. എന്താ പറഞ്ഞാൽ ആ ടേം കൂടി പഠിക്കുക. സൈ എന്നുള്ളതിന് ഫിസിക്കൽ മീനിങ് ഇല്ല, വേവ് ഫംഗ്ഷൻ. പക്ഷെ സൈ സ്ക്വയർ റെപ്രസെന്റ് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത റെപ്രസെന്റ് ചെയ്യുന്നു സൈ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ? അതിനു മുമ്പ് വളരെ കുറച്ച് പെട്ടെന്ന് നമുക്ക് എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞാലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബേസ്ഡ് ഓൺ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എ ന്യൂ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ്ഡ്, ദെൻ അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. In this quantum mechanical model of atom, behavior of electron can be described an equation called Schrödinger wave equation. ആ Schrödinger wave equation ആണ് h cap psi equal to E psi. ക്ലിയർ ആണല്ലോ? h cap എന്നുള്ളത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, psi എന്നുള്ളത് then wave function. ഓക്കെ, ഇ എന്നുള്ളത് ടോട്ടൽ എനർജി, സൈ എന്നുള്ളത് ദെൻ വേവ് ഫംഗ്ഷൻ തന്നെ. ദെൻ ഇനി നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൈ എന്നുള്ളതിന് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് എനർജി ലെവൽസ് അല്ലെങ്കിൽ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സൈ എന്നുള്ളതിന് ഫിസിക്കൽ മീനിങ് ഇല്ല. സൈ സ്ക്വയർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് 3 ക്വാണ്ടം നമ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. നമ്മൾ വിശദമായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ ഇത്? അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക, ആറ്റം മോഡലിന്റെ പേര് പഠിക്കുക, അത് മതി. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ബാക്കിയൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിന് ബാക്കി കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് ഓർബിറ്റൽ എന്നുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റൽ. ദെൻ നമ്മൾ നേരത്തെ ബോർ ആറ്റം മോഡലിൽ ഓർബിറ്റ് എന്ന് പഠിച്ചിരുന്നു. എന്താ ഈ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ദ സർക്കുലർ പാത്ത് അറൌണ്ട് ദി ന്യൂക്ലിയസ് ദെൻ വേർ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സർക്കുലർ പാത്ത് അറൌണ്ട് ദി ന്യൂക്ലിയസ്, അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. പക്ഷെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ദ സ്പേസ് അറൌണ്ട് ദി ന്യൂക്ലിയസ് വേർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. ഇത് സ്പേസ് ആണ്, ഇത് സർക്കുലർ പാത്ത് ആണ്. ഇത് അറൌണ്ട് ദി ന്യൂക്ലിയസ് വേർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി, ഒരു 90 to 95% പ്രോബബിലിറ്റി ഇലക്ട്രോണിനെ കാണാനുള്ള ആ സ്പേസിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി ഇതിൻ്റെ ഷേപ്പ് സർക്കുലർ ആണ്. ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഓരോ ഓർബിറ്റൽസിനും ഡിഫറെൻറ്റ് ഷേപ്പാണ്. ദെൻ ഇനി വേറെന്താ ഡിഫറൻസ് പറയാൻ പറ്റാം? ഒരു ഓർബിറ്റൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2n² ആണ്. ഫസ്റ്റ് ഓർബിറ്റിൽ 2 × 1², സെക്കൻഡ് ഓർബിറ്റിൽ 2 × 2² ഒക്കെ. പക്ഷെ ഒരു ഓർബിറ്റലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്താണ്? 2 ആണ്. ഇവിടെ 2n² ഓർബിറ്റൽ, പക്ഷെ ഓർബിറ്റലിൽ എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഓർബിറ്റ്സിന്റെ ഷേപ്പൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ്? സർക്കുലർ ഷേപ്പ്. ഇവിടെ എന്തായിരുന്നു? ഡിഫറെൻറ്റ് ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഷേപ്പ്. അതേപോലെ ഈ ഓർബിറ്റ്സിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല, എല്ലാം സർക്കുലർ ഷേപ്പാണ്. എസ് ഓർബിറ്റൽസിൽ നമ്മളിനി പഠിക്കുന്നത് എസ് ഓർബിറ്റൽ അല്ലാത്ത എല്ലാത്തിനും ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. SP-D-F എന്നൊക്കെ പറഞ്ഞിട്ട് ഓർബിറ്റൽസ് പഠിക്കും. അതിനൊക്കെ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും പഠിച്ചേക്ക്. എന്താണ് ഓർബിറ്റ്? ബോർ ആറ്റം മോഡലിൽ സർക്കുലർ പാത്ത് അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്, അതായിരുന്നു ഓർബിറ്റ് എങ്കിൽ. എന്താ ഓർബിറ്റിൽ? എന്താ? the space around the nucleus where there is maximum probability to find electron. അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ഈ 2 ടേംസ് പഠിച്ചു വെക്ക്, ഓർബിറ്റും അതേപോലെ ഓർബിറ്റലും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളതാണ് നന്നായിട്ട് പഠിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ്
നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ഓർബിറ്റൽസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഓർബിറ്റൽസ്, ഈ ഓർബിറ്റൽസ് തമ്മിൽ എന്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും? എനർജിയിൽ വ്യത്യാസമുണ്ട്, അതേപോലെ സൈസിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ ഓറിയൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാവും, അതേപോലെ ആ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ അവയുടെ സ്പിന്നിൽ വ്യത്യാസം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ആർ റിക്വയർഡ്. ആ 4 നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. ദെൻ എന്തൊക്കെയാണ് പറയുന്നത്? ദിസ് ആർ സെർട്ടൻ നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ, അല്ലെങ്കിൽ എനർജി കൂടി പറയാം, ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ആസ് വെൽ ആസ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇത്രയും കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാനുള്ള 4 നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് ആർ അഡ്രസ് ഓഫ് ഇലക്ട്രോൺ. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? അഡ്രസ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്നുള്ളത്. ഇനി ഏതൊക്കെയാണ് 4 ക്വാണ്ടം നമ്പേഴ്സ്? ദെൻ ദർ ആർ 4 ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഏതൊക്കെയാണ്? വായിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തേതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത്തേത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമത്തേത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കൂടി പഠിച്ചു വെക്കണം. ദെൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഇതിൽ ഫസ്റ്റ് 3 ക്വാണ്ടം നമ്പേഴ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കാം, ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ളത്? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്. ഇതിന്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര കേട്ടോ. ഓക്കെ, നോക്കിയേക്ക്. ഇറ്റ് ഡിറ്റർമിൻസ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റൽസിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വലുതാവും തോറും ഓർബിറ്റൽസിന്റെ സൈസ് കൂടും. രണ്ടാമത്തെ, ഇത് ഡിറ്റർമിൻസ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ടു ലാർജ് എക്സ്റ്റെന്റ്. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനനുസരിച്ച് എനർജി മാറ്റം വരും. ഹൈഡ്രജന്റെ കേസിൽ ദെൻ ഹൈറ്റ് അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ അവിടെ എനർജി ഓഫ് ഇലക്ട്രോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ബാക്കിയൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ദെൻ അടുത്ത ക്വാണ്ടം നമ്പറിനെ കൂടി എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡിറ്റർമിൻസ് ദ എനർജി ഓഫ് ഓർബിറ്റൽ ടു ലാർജ് എക്സ്റ്റെന്റ്. ദെൻ അടുത്ത മൂന്നാമത്തെ, ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസന്റ്. n = 1 ആണ് ഈ ഫസ്റ്റ് ഷെൽ, n = 2 ആണെങ്കിൽ സെക്കൻഡ് ഷെൽ, ദെൻ അങ്ങനെ, അല്ലെങ്കിൽ കെ ഷെൽ, എൽ ഷെൽ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത്, it also gives average distance of electron from the nucleus. n = 1 ആണെങ്കിൽ ന്യൂക്ലിയസിന് ഫസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്, സെക്കൻഡ് ഷെല്ലിലേക്കാണ് ഈ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ് അവിടുന്ന് കിട്ടുന്നുണ്ട്. ഓൾസോ then as the value of n increases, the distance between electron and nucleus increases. അടുത്ത്, the possible value for n = 1, 2, 3 etc. or KLMN etc. shells. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആദ്യം നമ്മൾ പറഞ്ഞ എന്താ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ് ഓഫ് ഇലക്ട്രോൺ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനൊക്കെ എന്തൊക്കെ അതിന് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിന്റെ വാല്യൂ n, ദെൻ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ n ആണ്, വാല്യൂസ് 1, 2, 3 എക്സെട്ര ആണ് വരിക. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇത് ഡിറ്റർമിൻസ് ദ മെയിൻ എനർജി ലെവൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസന്റ്. സൈസ് ഓഫ് ഓർബിറ്റൽസിനെ കിട്ടുന്നു. പിന്നെ അടുത്ത് ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസന്റ്, ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പഠിച്ചു വെച്ചോണേ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അടുത്തത് നോക്കിയേക്ക്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കൂ, അതിന്റെ വേറൊരു പേരാണ് സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഏതൊക്കെയാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. എന്തൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്? ദെൻ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽസ് തരുന്നത് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്നാണ്. രണ്ടാമത്തെ, ദ സബ്ഷെൽ ഓർ സബ് ലെവൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസന്റ്. നേരത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് ഷെല്ല് കിട്ടുമെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് സബ്ഷെൽ ഓർ സബ് ലെവലിനെ കുറിച്ച് കിട്ടുന്നു. അടുത്ത്, ഇറ്റ് ഓൾസോ ഗീവ്സ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. h/2π √ of L × L + 1 ആണ് ഇക്വേഷൻ. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ്
then an electron equal to h by 2 pi. Okay, h Planck's constant L into L plus 1. L എന്നുള്ളത് ആംഗുലർ മൊമെന്റ് ആണ്, അതിൻ്റെ ആ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റ് ആണ്. ഓക്കെ, അടുത്ത് ഇറ്റ് ഓൾസോ ഗിവ്സ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. അടുത്ത എന്താണ്? ദെൻ ഒരു ഗിവൺ വാല്യൂ ഓഫ് n, എൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര അല്ലേ പറഞ്ഞത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0.n-1 വരെയാണ്. 0 മുതൽ n-1 വരെയാണ് നമ്മൾ എന്തിൻ്റെ വാല്യൂ കിട്ടുന്നത്? എല്ലിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ n ഈക്വൽ ടു 1 ആണെങ്കിൽ L ഈക്വൽ ടു ഏതേ വരുള്ളൂ? 0 മാത്രം. n ഈക്വൽ ടു 2 ആണെങ്കിൽ L ഈക്വൽ ടു 0യും 1ഉം വരും. ഓക്കെ ആണല്ലോ അത്. അപ്പോൾ n ഈക്വൽ ടു 3 ആണെങ്കിൽ n ഈക്വൽ ടു 3 ആണെങ്കിൽ L ഈക്വൽ ടു 0 1 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കിയേക്ക് n 4 ആണെങ്കിൽ L 0 1 2 3. അപ്പോൾ എത്ര n ഈക്വൽ ടു എത്ര വാല്യൂ ആണോ അതെത്രയും എണ്ണം എന്തുണ്ടാവും? സബ്ഷെൽ ഉണ്ടാവും. നമുക്കത് പഠിക്കാം. നോക്കൂ, അപ്പോൾ എന്തൊക്കെയാണ് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഡാറ്റാസ്? എന്തൊക്കെയാണ്? ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽസ് ആ തരുന്നത്. പിന്നെ സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണത്. ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്തായിരുന്നു? ദെൻ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, L ക്യാൻ ഹാവ് വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0 to n-1. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി ഇവിടുന്ന് ഈ സബ്ഷെല്ലിന്റെ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം നമുക്ക്. L 0 ആണെങ്കിൽ അത് S സബ്ഷെല്ലാണ്, L 1 ആണെങ്കിൽ P സബ്ഷെല്ലാണ്, L 2 ആണെങ്കിൽ D സബ്ഷെല്ലാണ്, L 3 ആണെങ്കിൽ F സബ്ഷെല്ലാണ്. നോക്കൂ, ദെൻ 4 ആണെങ്കിൽ G, 5 ആണെങ്കിൽ H, അങ്ങനെ പോകുന്നത്. അതിൽ നോക്കിയേക്ക് ആ സബ്ഷെല്ല് L ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതാണ്? S അല്ലേ പറഞ്ഞത്. S എന്നുള്ള വാക്ക് വരുന്നത് ഷാർപ്പ് എന്നുള്ള ടേം എന്നാണ്, സ്പെക്ട്രോസ്കോപ്പിക് ടേം ആണ്. ദെൻ P ആണെങ്കിൽ P എന്നുള്ളത് പ്രിൻസിപ്പൽ, D എന്നുള്ളത് ഡിഫ്യൂസ്, F എന്നുള്ളത് ഫണ്ടമെന്റൽ. ബാക്കിയൊക്കെ പിന്നെ അങ്ങ് ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കാന്നേ ഉള്ളൂ. അപ്പൊ നോക്കിയേക്ക് n ഈക്വൽ ടു 1 ആണെങ്കിൽ L ഈക്വൽ ടു 0. ഏതാണ് ആ സബ്ഷെല്ല്? 1s എന്നുള്ള സബ്ഷെല്ല്. n ഈക്വൽ ടു 2 ആണെങ്കിൽ L ഈക്വൽ ടു 0, അത് 2s ആണ്. L ഈക്വൽ ടു 1 2p ആണ്. അപ്പൊ സെക്കൻഡ് ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ട്? 2 എണ്ണം. 2s ഉണ്ട് 2p ഉണ്ട്. അപ്പൊ തേർഡ് ഷെല്ലിൽ ഏതൊക്കെ ഉണ്ടാവും? 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട്. ഫോർത്ത് ഷെല്ലിലോ 4s ഉണ്ട് 4p ഉണ്ട് 4d ഉണ്ട് 4f ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? nth ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ട്? n സബ്ഷെല്ലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അത് ഒന്നാമത്തെ ഷെല്ലിൽ n ഈക്വൽ ടു 1 L ഈക്വൽ ടു 0, അത് 1s. n ഈക്വൽ ടു 2 0 എന്നുള്ളത് 2sഉം 2 1 എന്നുള്ളത് 2p ആണ്. അപ്പൊ 2 എണ്ണം. മൂന്നാമത്തിൽ 3sഉം 3pയും 3dയും. അപ്പൊ nth ഷെല്ലിൽ എത്ര സബ്ഷെല്ലുകൾ ഉണ്ട്? n സബ്ഷെല്ലുകൾ ഉണ്ട്. അതല്ലേ അവിടെ കൊടുത്ത്? nth ഷെല്ലിൽ n സബ്ഷെല്ലുകൾ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ 0 മാത്രമാണ്. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അത് 1s ആണ്. അടുത്തത് സെക്കൻഡിൽ 2s ഉണ്ട് 2p ഉണ്ട്. n ഈക്വൽ ടു 3 ആണെങ്കിൽ 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട്. ക്ലിയർ ആവുമല്ലോ അത്? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ L എന്നുള്ള ദെൻ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ L ആണ്. ദെൻ ഓക്കെ, അതിന് കിട്ടുന്നത് സബ്ഷെല്ലിനെ കുറിച്ചാണ് തരുന്നത്. ദെൻ ഓക്കെ, ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ ആണ് ഇവിടുന്ന് കിട്ടുക. ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒക്കെ അതിന്റെ വാല്യൂസ് 0 to n-1 വരെയാണ്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. L ഈക്വൽ ടു 0 ആണെങ്കിൽ അത് S സബ്ഷെല്ലാണ്. L ഈക്വൽ ടു 1 ആണെങ്കിൽ P സബ്ഷെല്ലാണ്. L ഈക്വൽ ടു 2 ആണെങ്കിൽ D സബ്ഷെല്ലാണ്. അപ്പോൾ SPDF ദെൻ GH അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കണം. L ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതാണ്? S. Pക്ക് എത്രയാണ്? 1, Dക്ക് എത്രയാണ്? 2, Fന് എത്രയാണ്? 3. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ പോയിന്റ്സ്? അപ്പോൾ സബ്ഷെല്ലിനെ തരുന്നതാണ് ദെൻ ആംഗുലർ മൊമെന്റം ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അടുത്തത് നോക്കാം നമുക്ക്. നമ്മോട് ഇങ്ങനെ പറയുകയാണെങ്കിലോ, കാൽക്കുലേറ്റ് ദ ആംഗുലർ മൊമെന്റം ഓഫ് 2p ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആംഗുലർ മൊമെന്റം, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് ഓർ ദെൻ ഇലക്ട്രോൺ ഈക്വൽ ടു h by 2 pi into root of L into L plus 1 അല്ലേ പഠിച്ചത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു h by 2 pi into root of then P സബ്ഷെല്ലിന് L വാല്യൂ എത്ര നമ്മൾ പറഞ്ഞു? 1 അല്ലേ പറഞ്ഞത്? സോ അങ്ങനെയാണെങ്കിൽ 1 plus 1 into 1 plus 1 L into L plus then L plus 1 അല്ലേ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 h by then 2 pi എന്ന് വരും. റൂട്ട് 2 h by 2 pi. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, ദെൻ ഇതേപോലെ ഒരാൾ പറയാണ് 2s ഓർബിറ്റലിന്റെ ആംഗുലർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. h by 2 pi into root of L into L plus 1. L വാല്യൂ എത്ര? എസിന് എത്ര? L വാല്യൂ 0 അല്ലേ വരുന്നത്? അപ്പൊ 0
ആയിരിക്കും വാല്യൂ ഇവിടെ. ദെൻ ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു 2s ഓർബിറ്റൽ എത്ര കിട്ടുക? 0 അല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതും കൂടി നിങ്ങൾ ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എം എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ എം സബ്സ്ക്രിപ്റ്റ് എൽ എന്നാട്ടോ വേണ്ടത്. താഴെ എം സബ്സ്ക്രിപ്റ്റ് എൽ എന്നാ വേണ്ടതെന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. ദെൻ എന്താ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ഇൻ സ്പേസ്. ദെൻ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതും കാണാൻ പഠിക്കുക. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്താ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എം അല്ലെങ്കിൽ എം എൽ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ദെൻ ഇതിന്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതിന്റെ മുകളിൽ ക്വാണ്ടം നമ്പർ നമ്മൾ ആദ്യം പഠിച്ചതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓരോ എൽ വാല്യൂസിനും എമ്മിന്റെ വാല്യൂ -L.0.0.+L -L to 0 to +L വരെയാണ് എന്തിന്റെ വാല്യൂ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കിട്ടുക. ഈ ഓരോ വാല്യൂസും ഓരോ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. L=0 ആണെങ്കിൽ M -0 +0 ഒന്നുമില്ല, ആകെ 0 എന്നേ ഉള്ളൂ. L=1 ആണെങ്കിൽ M -1 0 +1. നോക്ക്, L=2 ആണെങ്കിൽ M -2 -1 0 +1 +2. അപ്പോൾ ഓരോ എൽ വാല്യൂസിനും എമ്മിന് എത്ര വാല്യൂസ് ഉണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ട് എൽ വാല്യൂ, ഇങ്ങോട്ട് എൽ വാല്യൂ എക്സ്ട്രാ 0 വരുന്നുണ്ട്. അപ്പോൾ ഓരോ എൽ വാല്യൂസിനും എമ്മിന് എത്ര വാല്യൂ ഉണ്ട്? 2l+1 വാല്യൂസ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? അത് 2l+1. ഇവിടുന്ന് ഇങ്ങോട്ട് എൽ വാല്യൂ, ഇവിടുന്ന് ഇങ്ങോട്ട് എൽ വാല്യൂ, ഒരു 0 എക്സ്ട്രാ. അപ്പോൾ ഓരോ എൽ വാല്യൂസിനും എമ്മിന് എത്ര വാല്യൂ ആണ്? 2l+1 പോസിബിൾ വാല്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ L=0 നമ്മൾ പറഞ്ഞു, എസ് സബ്ഷെൽ എന്നാ പറഞ്ഞത്. അതിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പറയും ദെൻ ഒരു ഓർബിറ്റൽ ആണ് അവിടെ ഉള്ളത്. ദെൻ എസ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉള്ളത്? 1. പക്ഷേ L=1 ആണെങ്കിൽ പി സബ്ഷെല്ലാണ് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 3 എണ്ണം. അപ്പൊ അതിന് 3 ഓർബിറ്റൽസ് ഉണ്ട്. L=2 ആണെങ്കിൽ ഡി സബ്ഷെല്ലാണ് 5 ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. അവിടെ നോക്കിയേക്ക്, വാല്യൂ ഓഫ് L. ദെൻ ഇപ്പൊ വാല്യൂ ഓഫ് L ദെൻ 4 ആണെങ്കിൽ എത്ര എമ്മിന് എത്ര വാല്യൂസ് ഉണ്ടാവും? 2 × 4 + 1 9 വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അത്രയും ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ ഈ പറയുന്നത്? അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓരോ ദെൻ എൽ വാല്യൂസിനും എമ്മിന്റെ വാല്യൂ എന്താണ്? -0 ദെൻ 2 +L വരെയാണ് വാല്യൂസ്. -L to +L വരെ ടോട്ടൽ 2l+1 വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വാണ്ടം നമ്പർ ഏതാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എസ് അല്ലെങ്കിൽ എം എസ് എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ ഓറിയന്റേഷൻ ഓഫ് then it designates the orientation of the spin of an electron, അല്ലെങ്കിൽ spin of electron represent ചെയ്യുന്നു. then spin quantum number represent spin of electron. ഇലക്ട്രോൺ രണ്ട് തരം സ്പിന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ക്ലോക്ക് വൈസ് സ്പിൻ, രണ്ടാമത്തെ ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ. വായിച്ചു നോക്കും. there are two orientation of an electron then known as the two spin state of an electron. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് ഓഫ് അല്ലെങ്കിൽ ആരോ മാർക്ക് മുകളിലേക്കായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ മൈനസ് ഓഫ് അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ. ഇലക്ട്രോൺ രണ്ട് തരം സ്പിന്നാണ്. ഒന്ന് അപ്വേർഡ് സ്പിൻ അല്ലെങ്കിൽ ഡൗൺ സ്പിൻ ഡൗൺ, ദെൻ അതിൽ പ്ലസ് ഓഫ് അല്ലെങ്കിൽ മൈനസ് ഓഫ്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ദെൻ ഇനി അതിൽ താഴെ പറയുന്നുണ്ട് an orbital cannot hold more than 2 electron. 2 ഇലക്ട്രോൺസിന് മാത്രമേ ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇത്രയും പഠിക്കുക. സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോൺ രണ്ട് സ്പിന്നാണ്, പ്ലസ് ഓഫ് അല്ലെങ്കിൽ അതാണ് മൈനസ് ഓഫ്. അപ്പം നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, നമ്മൾ പഠിച്ചത് 4 ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, 4 സ്പിൻ ക്വാണ്ടം നമ്പർ. എന്തായിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? n = എന്താണ്? ദെൻ n എന്നുള്ളത് അതിന്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 1 2 3 എക്സെട്ര പഠിച്ചു വെക്കണേ. മെയിൻ എനർജി ലെവലിനെ കാണിക്കുന്നു, സൈസ് ഓഫ് ദി ഓർബിറ്റൽ തരുന്നു, ന്യൂക്ലിയസ് എന്നുള്ള ആവറേജ് ഡിസ്റ്റൻസ് തരുന്നു. ഓക്കെ, ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണ്. Lന്റെ വാല്യൂ ആർക്കനുസരിച്ചാണ് മാറുക? n-നനുസരിച്ച് 0 to n-1 വരെ. ക്ലിയർ ആയിട്ട് പഠിക്കണേ. ഇനി അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M ആണ്. എന്താ മാഗ്നറ്റിക്? ദെൻ അസിമുത്തൽ ക്വാണ്ടം, ഇത് ഷെല്ലാണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഇവിടുന്ന് ഓർബിറ്റൽസിന്റെ ഷേപ്പ് കിട്ടും, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ വാല്യൂസ് -L
ടു 0 to +L വരെ 2L+1 വാല്യൂസ് പോസിബിൾ ആണെന്നാണ് പറഞ്ഞത്. ഓരോ ഓറിയന്റേഷനും ഓരോ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ഷെല്ല്, ഇത് സബ് ഷെല്ല്, ഇത് ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ. അടുത്ത സ്പിൻ ക്വാണ്ടം നമ്പർ +12 and -12. ദെൻ ഇലക്ട്രോൺ രണ്ട് തരം സ്പിന്നാണുള്ളത്, +12 -12. അപ്പൊ 4 ക്വാണ്ടം നമ്പേഴ്സാണ് നമ്മൾ പഠിച്ചത്. വ്യക്തമായിട്ട് പഠിച്ചേക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പേഴ്സും നന്നായിട്ട് പഠിച്ചേക്കാം. ഓക്കെ, ദെൻ ഇനി അതിന്റെ വാല്യൂസ് പഠിക്കുക, ഓരോന്നിന്റെ ഇമ്പോർട്ടൻസും. ഇവിടുന്നാണ് നമ്മൾ സബ്ഷെല്ലിന്റെ L = 0 ആണെങ്കിൽ S സബ്ഷെൽ, 1 ആണെങ്കിൽ P സബ്ഷെൽ. ഇവിടുന്ന് ഓർബിറ്റൽസിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേക്കും. ദെൻ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ അസോസിയേറ്റഡ് വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N = 3? എത്ര പോസിബിൾ ആണെന്നുള്ളത് അത് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നോക്കിയേക്ക്, നമുക്ക് പൊതുവായിട്ട് ചില ധാരണയിൽ എത്താൻ പറ്റും. നമുക്ക് നോക്കാം. നോക്കൂ, N = 3 ആണെങ്കിൽ L = 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ശരിയല്ലേ? അത് L = 0 ആണെങ്കിൽ M = 0. L = 1 ആണെങ്കിൽ M = -1 0 +1. L = 2 ആണെങ്കിൽ M = -2 -1 0 +1 +2. ഇത് ടോട്ടൽ 5 ഓർബിറ്റൽസ്, ഇത് ടോട്ടൽ 3 ഓർബിറ്റൽസ്, ഇത് ടോട്ടൽ 1 ഓർബിറ്റൽ. സോ ടോട്ടൽ എത്ര ഓർബിറ്റൽസ് ആണ്? 9 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. N = 3 ആണെങ്കിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? 9 ഓർബിറ്റൽസ്. നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാട്ടോ, nth ഷെല്ലില് ദെൻ മാക്സ് സബ് ഷെല്ല് N സബ് ഷെല്ല് ഉണ്ടാവും, N സബ് ഷെല്ല്. പിന്നെ N² ഓർബിറ്റൽസ് പോസിബിൾ ആണ്. നിങ്ങൾ 4th പഠിച്ചു നോക്ക്, N² ഉണ്ടാവും. ദെൻ 5th നോക്ക്, N² ഉണ്ടാവും. അതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. N² ഓർബിറ്റൽ ആണ്. മാക്സിമം ഇലക്ട്രോൺ 2n² ഇലക്ട്രോൺസ് ആയിരിക്കും. 2n² ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അപ്പൊ നോക്കിയേക്ക്, nth ഷെൽ കണ്ടെയ്ൻ N സബ് ഷെൽ, N² ഓർബിറ്റൽസ് ആൻഡ് മാക്സിമം ഓഫ് 2n² ഇലക്ട്രോൺസ് പോസിബിൾ ആണല്ലോ. ഈ കാര്യം വലിയ പ്രശ്നമില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയേക്ക്, യൂസിങ് SPDF നൊട്ടേഷൻ ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽ വിത്ത് ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. N = 2, L = 1. ഏതായിരിക്കും അത്? ദെൻ 2 പറ. N = 2 സെക്കൻഡ്. L = 0 ആണെങ്കിൽ S, L = 1 ആണെങ്കിൽ P. അപ്പൊ ഏതാണത്? 2p ആയിരിക്കും. ഇനി N = 4, L = 0. ഏതാണത്? 4s. ശരിയല്ലേ? ഇത് 4s. L = 0 S ന്. ഇനി N = 5, L = 3. 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, ദെൻ ഒക്കെ F ന് 3 അല്ലേ? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 5f. അടുത്ത് 5f ആണ്. ശ്രദ്ധിക്കണേ. അടുത്ത് N = 3, L = 2. 0 ദെൻ L = 0 ആണെങ്കിൽ S, L = 1 ആണെങ്കിൽ P, L = 2 ആണെങ്കിൽ D. അപ്പൊ അതേതാണ്? 3D ഓർബിറ്റൽസ്. ഓക്കെ ആണല്ലോ? അത് ശരിയല്ലേ? അത് അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇതേപോലെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനൊക്കെ വരാറുണ്ട്. ശ്രദ്ധിക്കൂ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ബേസ് ചെയ്തിട്ട് പുതിയ ആറ്റം മോഡൽ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അതിൽ ഇലക്ട്രോണിന്റെ ബിഹേവിയർ പറയാനുള്ള ഇക്വേഷനാണ് ഷോഡിംഗർ വേവ് ഇക്വേഷൻ. H∪psi = E psi. Psi എന്നുള്ളത് വേവ് ഫംഗ്ഷൻ ദാറ്റ് എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. Psi ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ബട്ട് Psi² റെപ്രസെന്റ് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇനി ഇലക്ട്രോണിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ അഡ്രസ് എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ആണ്. ദെൻ അതിനാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ. അത് കൃത്യമായിട്ട് പഠിക്കണം. അത് വെച്ചിട്ടാണ് ഈ ഓർബിറ്റൽസിന്റെ പേരൊക്കെ നമ്മൾ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കുക. ഓരോന്നിന്റെ വാല്യൂസ് ശ്രദ്ധിച്ചേക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L, ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M, ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ S. ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ ഇലക്ട്രോണിന്റെ സ്പിന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ 2 തരം സ്പിന്ന്, +12 പിന്നെ ഏതാണ്? -12. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.